കണ്ടോ സുകന്യ വാച്ച് അവൾ അഴിക്കില്ല. അവൾ ഇനി നാളെ രാവിലെ ആ വാച്ച് അഴിക്കുള്ളൂ. അവൾക്ക് അങ്ങനെയാണ്, വാച്ച് കെട്ടി അവൾ വാച്ച് അഴിക്കില്ല. ഇന്ന് അമ്മ സ്പെഷ്യൽ ചിക്കൻ കറി. എന്ത് വാച്ചോ? അപ്പൊ അതന്നെ, ഇത് നല്ല വാച്ചാണേ. അതുകൊണ്ട് തന്നെ സുഖനിക്ക് വാങ്ങിക്കൊടുത്തേ. എന്താണ് വെറുതെ അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കണ്ട്. പിന്നെ അതുല്ലേ, ആൾക്കാർ പലതും പറയും. നമുക്ക് എല്ലാവരും ബോധിപ്പിച്ച് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ അല്ലേ. മോശമായില്ലല്ലോ എന്തായാലും. അതാണ് സന്തോഷായില്ലേ? സന്തോഷായില്ലേ? എന്തിനാ സങ്കടപ്പെടുന്നു അല്ലേ? എന്തിനാ സങ്കടപ്പെടുന്നു? ഉള്ളതും കൊണ്ട് തൃപ്തിയിൽ സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും. വീണ് പോവല്ലല്ലോ ചെയ്ത്, കിട്ടല്ലേ ചെയ്ത്. പിന്നെ ഉള്ളത് വീണ് പോയി ചെയ്ത് സങ്കടപ്പെടാം. ഇതാക്കണ്ടോ? അപ്പൊ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി എന്തൊക്കെ കാണിച്ചു കൊടുക്കമ്മ? പൊന്നേ, ഇത് പഞ്ചസാര ഉണ്ടോ? ഇതുണ്ടാ അത് മാറ്റി വെച്ചോ. ഉപ്പാണ് പറഞ്ഞിട്ട് ചിലപ്പോ പഞ്ചസാര എടുത്തിടും. ഇപ്പൊ അതൊക്കെ പറ്റുമോ? ശ്രദ്ധ. മല്ലി, മുളക്, കുരുമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ് ചപ്പാടെ ഞങ്ങൾ തിരുമ്പി വെച്ചിട്ടുണ്ട്. മല്ലി മുളക് അരച്ചു, വറുത്തരച്ചു, എല്ലാം അരച്ച് തിരുമ്പി. അപ്പൊ ഇനി തീ പിടിപ്പിക്കട്ടെ. പയ്യ അടുപ്പ് കത്തിച്ച് കുറച്ച് ദിവസമായിട്ടുണ്ടാവില്ല. കുറച്ച് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ ആയിട്ടോ അടുപ്പ് കത്തിച്ചിട്ട്. നമ്മള് പുറത്തടുപ്പ് തന്നെയല്ലേ കത്തി. ഇന്ന് എനിക്കില്ലേ തീരെ സത്യം പറയാ. എന്താ കുത്തി വരക്കണ്? അവളോട് ഞാൻ കുട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ പറഞ്ഞാൽ വേഗം കുട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ട് വന്നിട്ട് വേണം. പലഹാരം ഉണ്ടാക്കാദ്യം കുട്ടിക്ക് കൊടുത്തിട്ടേ. വേണ്ട പൊന്നു, നീ നിന്റെ അമ്മക്ക് വരില്ല കേട്ടോ. നോമ്പെടുത്തിറക്കരുതെന്ന്. അപ്പൊ സദ്യക്ക് പോയി കഴിഞ്ഞ് സദ്യ കഴിക്കണ്ടേ? കഴിക്കണോ? വെറുതെ പൂരം കാണാൻ ഒരു പൂവാണ് അയ്യ. അയ്യേ, പൊട്ടുണ്ടാക്കുമ്പോ തേങ്ങ വാങ്ങിയത് കഴിഞ്ഞ അത്ര ഉണ്ട്. നല്ല അത് മതി, ഉള്ളത് കൊണ്ട് ഉണ്ടാക്കാം. അല്ലാണ്ട് എന്താണ് ഇതുണ്ട് ആവിയിൽ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോ മറ്റേ പാത്രത്തിൽ അടുപ്പിൽ വെക്കി. ഇതിൽ വെക്കുമ്പോ ഇങ്ങനെ ചെരിയുമല്ലോ. വട്ടം കൂടുതൽ വേഗം വേഗം ഉണ്ടാക്കിയിട്ട് ഓരോ പാത്രത്തിലാണ്ട് ഉണ്ടാക്കിയാണ്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയോട് ദാ പറയുമ്പോഴേക്കും കറിയാവുമ്പോഴേക്കും പുട്ടായല്ലേ വേഗം വേഗം കഴിക്കാം. കറിയാവണതിന്റെ കൂടെ പുട്ടായി കഴിഞ്ഞ് വേഗം വേഗം കുട്ടിയിൽ പോകാം. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പക്ഷെ ചോറും പപ്പടം ഇറച്ചിക്കറിയും കഴിക്കാനാണ് ഇഷ്ടം. എൻ്റെ പോലെ പക്ഷെ പുട്ട് കഴിക്കില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ഏറ്റവും ഇഷ്ടമൊക്കെ എടാ പുട്ടാടാ കഴിച്ചിട്ട് പോവാ. നാടൻ പുട്ട് പോവാനും എടാ കഴിച്ചിട്ട് പോടാ. ഇനി അവിടെ ഇല്ലല്ലോ അവള്. അമ്മു വന്നോ? അമ്മു വന്നോ? പുൽപുട്ടേ പീച്ചി പീച്ചി പീച്ചിട്ട് ഇങ്ങോട്ട് കയ്യതാവൂട്ടോ. ഇങ്ങനെ വെക്കാലും എന്തിനാണ് പീച്ചണത്? ഒരു സ്വിച്ച് കൊണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് നൂൽപുട്ട് ഏത് വലുപ്പത്തിലാ ഉണ്ടാക്കാം. അങ്ങനെയല്ല. അല്ലേ നൂൽപുട്ടില്ലേ, നൂൽപുട്ടിനേക്കാളും രസം എന്താ അമ്മയ്ക്ക് എളുപ്പം. അമ്മ നൂൽപുട്ട് ഉണ്ടാക്കാൻ വീട്ടിൽ അമ്മയ്ക്ക് എന്ത് 4 തേങ്ങ കൊണ്ട് ഞാൻ കൂടി ചെറിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തേങ്ങ ഇറക്കണില്ല. അതെ അല്ലേ, വീട് പണി കഴിയണ വരെ തേങ്ങ വേണം കേട്ടോ. പണി എന്താ വെച്ചാ നമ്മുടെ ചെക്കന്മാർ വീട് പണി കഴിഞ്ഞവരൊന്നുമല്ല, തേങ്ങ വീട് പണി കഴിഞ്ഞാൽ കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ നമ്മള് മാത്രമാണോ വെച്ചാൽ തേങ്ങ ഇല്ലെങ്കിലൊക്കെ കറി വെച്ച് കൂട്ടാലോ. തേങ്ങയൊന്നും വേണ്ടേ? നമുക്ക് തേങ്ങയൊന്നും വേണ്ടേ? നമുക്കില്ലെങ്കിലും കുഴപ്പമില്ലേ. പുറമെ ഒരാൾക്ക് കൊടുക്കുമ്പോ നല്ല രീതിയിൽ കൊടുക്കണ്ടേ ഭക്ഷണം? അപ്പൊ നമുക്ക് വേണ്ടേ? നമുക്ക് ഉള്ളതും കൊണ്ട് ഓണം പോലെ അല്ലേ. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യമില്ലേ മീൻകറി വെച്ച് കൊടുത്തോട്ടാ തേങ്ങ അരക്കാണ്ട്. പിന്നെ അവർ പറഞ്ഞു മീൻകറിയാണ് ചേച്ചി നല്ലത്, തേങ്ങ അരക്കാണ്ടാ നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരെ പരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ മീൻകറി നല്ലതാണ്. ഞാനിരിക്കട്ടെ, എനിക്ക് നല്ല പല്ല് വേദനയ്ക്കുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചിരിച്ച് കളിക്കുന്നുണ്ടെന്നുള്ളൂ. എൻ്റെ വേദന മാറിയിട്ട് ഞാൻ പല്ല് പറിക്കും ഇല്ലേട്ടാ.
അതാ വന്നു. കണ്ടോ, ഇതാണ് സുകന്യയുടെ അവസ്ഥ. ശരിക്കും പൊട്ടിമെടുക്കനാണ്. നമ്മളല്ല വീടൊക്കെ വിട്ടിട്ട് നമ്മൾ വേറെ വീടൊക്കെ വെച്ച് മാറില്ലേ, മാറിക്കഴിഞ്ഞു വെച്ചാൽ ഈ ഒരു ഇതൊക്കെ മറക്കല്ല, ഇതൊക്കെ നമുക്ക് കിട്ടാതെ അമ്മ ദൂരമുള്ളവർക്കല്ലേ. എന്ത് കുറ്റിപ്പുട്ടല്ല പറയുന്നത്. ഇപ്പൊ ഇതേപോലെ നമ്മള് രാത്രിയിൽ ഇപ്പൊ കണ്ടോ, പകലന്റെയോളം നമ്മളിരുന്ന് രാത്രി ആയപ്പോഴാണ് അന്ന ചിക്കനും പുട്ടും ഉണ്ടാക്ക എന്ന് പറയുന്നത്. അല്ല, ഓണത്തിന് വിഷുവിനൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവില്ലേ? ആരും ചോദിച്ചു മാത്രം അത് അവന് വെറുതെ എന്തെങ്കിലും കഴിക്കണം. പല്ലില് എന്തെങ്കിലും ഒരു മുറിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മുറി ഉണ്ടെങ്കിലേ നമ്മുടെ നാവ് പിന്നെ ആ ഭാഗത്ത് കൂടെ കിടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങും. അപ്പോഴേ എന്നോടുണ്ട് ഈ വള എപ്പോഴും ഊരി വയ്ക്കാറുണ്ടോ ചോദിക്കുന്നു. ഞാൻ ഈ വള ഊരി വയ്ക്കാറൊന്നുമില്ല കേട്ടോ. ദിവസം അങ്ങനെ ഊരി വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുപ്പിയോടല്ലേ ചടപടേന്ന് പറഞ്ഞ പൊട്ടും. ഏട്ടൊരു പാട്ടൊക്കെ പാടിക്കാണി, ആഘോഷാവട്ടെ നമുക്ക്. പൊന്നാരി പാട്ട് പാട്. അമ്മ ഒരു പാട്ട് പാടിക്കാ. ഞാൻ വലിയ ഗായകനാണ്. പൊന്നേ, അച്ഛന്റെ കലാവിരുതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ലേ? അല്ലേ? അതന്നെ പറഞ്ഞേ. അല്ല, ഈ പാടിയാലും മതി. സോന്യ പാടിക്കോ. ആൾക്കാർ അവസരം തന്നില്ലാന്ന് തോന്നണ്ട. പൊന്നു പാടുവോ? ഒന്ന് പാടടി. പാട് പൊന്നുഷാ. പിന്നെ ഏതാ പൂച്ചേ? എന്നാ പൂച്ചയെങ്കിൽ പൂച്ച പാട്. പിന്നെ എന്ത് കൂട്ടായി കൂടണ്? അയ്യപ്പനും പറഞ്ഞില്ലേ? പിന്നെ എന്താ നീ പറയേ? പാട്ട് പാടാനും വയ്യ, അയ്യപ്പ വിളിക്കാനും വയ്യ. ഈ റോഡ് അമ്മ അതെ, അമ്മേനെ പറഞ്ഞു വിട്ടോ. നീ ഇവിടെ നിന്നോ? നീ റോഡ് കൂടെ നടന്നോ? അതല്ല രസം. ഡ്രസ്സ് മാറ്റിട്ട് വന്നിട്ടേ, ഉച്ചക്ക് ഡ്രസ്സ് മാറ്റി വന്നിട്ട് അമ്മ ഊവാണ് പറഞ്ഞു. ഓ ശരി പൊക്കോ പറഞ്ഞു. ടാറ്റ കൊടുത്തുട്ടമ്മ. ഇപ്പൊ എന്താ എടുത്ത് വായിക്കാന്ന് പറയണെന്നറിയോ? അമ്മ ഞാൻ പോവാ ആറ്റ വാ പൊന്ന, ഒരു ഉമ്മാട്ട് തരില്ല. അയ്യേ പൊന്ന അപ്പി കുട്ടിയാരാ? എന്റെ കുട്ടിയാരാ? അപ്പൊ പറഞ്ഞോ. പൊന്നൂസിന്റെ കുട്ടി അതോ അച്ചു ചേച്ചിയോ? അതാ തെറ്റിക്കാണ്. ഉണ്ണിക്കുട്ടി വാവോ പട്ടന്റെ എന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നില്ലേ പ്രസി വിറക് ചോദിച്ചു അടുത്ത വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കി പല്ലുവേദനയായിട്ട് വേദനിച്ചിട്ട് വയ്യ, ഞാനൊന്നില്ല പറഞ്ഞു. മേമടെ വേർതിരിച്ചിട്ടും എന്താ അച്ചമ്മടി എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോളി. എൻ്റെ പുട്ടുപണി ഓക്കെ, എൻ്റെ പുട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പണി നിങ്ങള്. ഞാന് അതെന്റെ ഇപ്പൊ മേമയ്ക്ക് കിട്ടിയിരുന്നു. ഇപ്പൊ അത് നീളത്തിലുള്ളതൊക്കെ ഉണ്ട്. പുട്ട് കഴിഞ്ഞിട്ട് ഇവിടെ മേമയ്ക്ക് ഇപ്പൊ നൈസിലൊരു നൈറ്റ് കിട്ടിയായിരുന്നു അല്ലേ? അല്ലേ അമ്മ, ഫ്രോക്ക് നൈറ്റി എടുക്കണം. ഉടുപ്പ് പോലത്തെ നൈറ്റി എങ്ങനെ ഉണ്ടാവും? അമ്മയ്ക്കോ? അമ്മ നോക്ക എനിക്ക് വേണ്ട. ഞാൻ മറ്റേ കൊണ്ട് എന്തമ്മ ഇപ്പൊ എല്ലാരും ചുരിദാർ ഇടുന്നു കണ്ടോ? നിങ്ങൾക്ക് എന്താ ചുരിദാർ ഇട്ടാ ഞാൻ വാങ്ങിത്തരാം. അമ്മയ്ക്ക് ചുരിദാറും കൂടി ഉണ്ട്. അത് രസമുണ്ട് കേട്ടോ. അനിയേട്ടനും എന്റെ വലിയേട്ടനും ഒരേപോലെ. എന്റെ വലിയേട്ടൻ്റെ അമ്മ നെയ്റ്റി ഇടുന്നത് ഇഷ്ടമല്ല, അമ്മ സാരി ഉടുക്കുന്ന ഇഷ്ടം.
ആയതുകൊണ്ട് അന്ന് അങ്ങനെ എടുത്തതാ. പിന്നെ അത് ഇട്ടപ്പോ പിന്നെ അത് മാറ്റിയില്ല. പിന്നെ എല്ലാരും പറഞ്ഞു ഇതാ നല്ലത്, അത് മാറ്റി. അമ്മ മുണ്ടും ജാക്കറ്റായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ വീടിൻ്റെ അവിടെ എപ്പോഴും മുണ്ടും ജാക്കറ്റാണ് കൊടുക്കുക. വീഡിയോയിൽ വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര നാണക്കടായിട്ടേ അമ്മ മുണ്ടും ജാക്കറ്റ് എടുത്തിട്ട് വരാണ്ടാണ്. ഒരു വയസ്സാ 67 അല്ലേ? കുട്ടികളുടെ ഇനി കുറച്ച് കഴിഞ്ഞാൽ അച്ഛമ്മ കുട്ടികളാവിടെ കുട്ടികളുടെ പോലെ വർത്താനമൊക്കെ പറയാൻ തുടങ്ങും. കുട്ടികളുടെ പ്രായമാണ്. അത് തേങ്ങ വറക്കുമ്പോ കുട്ടിയെ മതി ഗന്യേ സോന്യേ ചെറുകിട്ടാ തേങ്ങ മുഴുവൻ പൊട്ടിച്ചെറുകരുത് കേട്ടോ, അല്ലെങ്കിൽ തേങ്ങക്ക് ഭയങ്കര വിലയാണ്. അതാ പഴം നിന്നിപ്പോ ചിക്കൻ ബാക്കി എന്തമ്മ മണം വരാത്ത? അല്ലെങ്കിൽ അമ്മ വെക്കുമ്പല്ലേ മണം. നീയില്ലേ ഇപ്പൊ ഇന്ന് പഠിക്കും പഠിച്ചു ഇനി ഓർത്തുകൊണ്ട് പഠിക്കാം. അത് വെച്ച ഇനിയിപ്പോ അതിന് 1 2 നാക്കാൻ നിക്കണ്ട. ചെറിയുള്ളി വേണോ? പൊന്നൂന് കൊടുക്ക്. എന്റെ കുട്ടിക്ക് പഴം വേണോ? പൊന്നാ കുട്ടിക്ക് പഴം വേണോ? ഇന്ന് വായ അച്ഛ തരാ. അവോ ഒരു കുട്ടിക്ക് പഴം തരാ, അച്ഛ തരാലോ. എത്ര വേണം? അതാ എടുത്തോ. അമ്മ ഇത് മതിയമ്മ. അപ്പോഴേ നമ്മളില്ലേ ഞങ്ങളുടെ വീട്ടിൽ പോയാൽ ഇതേപോലെ കേട്ടോ കാഞ്ഞിരത്ത് പോകുമ്പോൾ എല്ലാവരും കുട്ടികളും മക്കളൊക്കെ പാടിയിട്ട് ഒച്ചയും ബഹളവും കലവിലയിട്ട് അടുത്ത വീട്ടുകാർ ഞങ്ങൾ വരുമ്പോൾ പറയും, അയ്യോ ബസ്സിയും കുട്ടികളും പോയി വീട് ഉറങ്ങിയിട്ടോ പറയും. എന്താ അതേപോലെയാണ് ഒക്കെ പാടിരിഞ്ഞേക്കല്ലേ പൊന്നു. അത് വാങ്ങിച്ചു പിന്നെ അവസാനം നീന്നെ തിന്നു വരും. പിന്നെ പുട്ടും ചിക്കനും ബാക്കിയോ കേട്ടോ. ഒരു ഉമ്മ വരുമോ? ഓ ഇത് വേണ്ട, വേറെ കൊടുക്കും. അവന്റെ കയ്യിൽ 2 അത് കഴിക്കട്ടെ. അമ്മച്ചി തരുടി, അല്ലെങ്കിൽ ഇപ്പൊ കോലേക്കാണ്ട് പോകാൻ പറ്റാണ്ടാവും. അമ്മക്ക് താടി പൊന്നാ. എന്താ പൊന്നു കാണിക്കണ്? അമ്മടെ പൊന്നോ ഇതെന്താ? അതന്നെ മണക്കുറവ്. ഏട്ടാ പുതിയ നമുക്കൊരു അമ്മി വാങ്ങണം 2 വീട്ടിക്കും പാടെ. സുകന്യ അമ്മിയിൽ ഇറക്കില്ല, സുകന്യക്ക് അമ്മിയിൽ ഇറക്കാൻ അറിയില്ല. പഠിക്കട്ടെ അല്ലാടെ പിന്നെ എന്താ ചെയ്യാ? അമ്മി വന്നിട്ട് പറയൊന്നുമില്ലല്ലോ ഞാൻ അരച്ചു തരാന്ന്. അവരാരും ഇറക്കി തന്നെ വേണം. പിന്നെ കൂട്ടാലിൽ വെള്ളം ഒഴിക്കാണ്ടിരുന്നാ മതിയേ അല്ലേ? പിന്നെ കൂട്ടാലിൽ വെള്ളം ഒഴിക്കാണ്ടിരുന്ന പോരെ? അല്ല പിന്നെ എന്താ നോക്കിയൊക്കെ പഴമൊക്കെ കെടുത്തി കളയുന്നു. എത്ര രൂപയുടെ മുതലാ വെച്ചിട്ടാ തിന്നാച്ച കുഴപ്പമില്ല. ഇത് എന്തിനാ പൊന്ന അങ്ങനെ കളയും? കണ്ടോ പുട്ടും പഴവും കണ്ടോ? അവനതാണ് ഇഷ്ടം. അതാ പൊന്നിനെന്ത് വേണ്ട? അപ്പൊ പുട്ട് വേണ്ടേ? നമ്മുടെ ചിക്കൻ കണ്ടോ കടന്നിട്ട് പുട്ട് കൊടുത്തോട്ടോ. എനിക്കിങ്ങനെ അമ്മ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ ചിക്കൻ. നമ്മള് എപ്പോഴും നമ്മൾ തന്നെയല്ലേ വെക്കുക. അപ്പൊ ഇത് അമ്മ ചിക്കൻ വെച്ചിട്ട് കൊറേ പക്ഷെ അമ്മ ഞാനുള്ളപ്പോ അമ്മ മെല്ലെ ഈ വെച്ച പറഞ്ഞിട്ട് മെല്ലെ ഒഴിഞ്ഞു പോകും. ഞാനപ്പോ ഇന്ന് ആട്ടോ പറയുന്നത് ഇന്ന് വെയ്യാന്ന് പറയും കൊണ്ടാണ്, ഇങ്ങനെ വെക്കില്ല. സുകന്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കണ്ടല്ലോ അമ്മക്ക്. ഞാനുണ്ടല്ലോ പെണ്ണേ. നാളെ സുകന്യ ഇത് എനിക്കില്ലേ ഡോക്ടർ പറഞ്ഞ കേട്ടോ ഓയിലി സ്കിന്നിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഫേസ് വാഷ്. പക്ഷെ ഇതില്ലേ എനിക്ക് പറ്റണേ ഇല്ല.
ഇത് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതിന് വില ഉണ്ട് കേട്ടോ, 699 രൂപയാണ് ഈ സംഭവത്തിന് വില. 700 രൂപ മുഖത്ത് വെക്കാനുള്ളത്. അതന്നെ പറയണ ഓരോരുത്തർക്ക്. ഞാൻ കുറച്ച് ദിവസം തേച്ചത്. അത് തേച്ച അരമണിക്കൂർ കഴിഞ്ഞ് കഴുകണം പ്രത്യേകം പറഞ്ഞു. ഒന്നും കഴിയില്ല. അമ്മു തേക്കും കാണാൻ അങ്ങനെ. പക്ഷെ അമ്മൂന്റെ മുഖത്ത് പോയിട്ടോ, അമ്മൂന്റെ മുഖത്ത് പോയി. അപ്പൊ അരമണിക്കൂർ റെഡി ആവുമ്പോ, അരമണിക്കൂർ റെഡി ആവുമ്പോ താരണ്ട് കേട്ടോ അമ്മു, പൊന്തി പൊന്തി കിടക്കുന്നുണ്ട്. ചോര നല്ല ഇരുന്നോട്ടെ, അല്ലെങ്കിൽ പുട്ട് ഉടയില്ല. ഇവിടുന്ന് പാലക്കാട് വരയ്ക്കുള്ള അല്ലേ ചാറുണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഓടണം ചാറിന്റെ പിന്നാലെ പുട്ടെടുത്തിട്ട് പുട്ടെടുത്തിട്ട് ഓടണം. മീൻ കൂട്ടാൻ എന്താ സുഖനിക്ക് ചിക്കൻ കറി വേണ്ട അത്ര, മീൻ കൂട്ടാൻ മീൻ കൂട്ടാൻ ഞാൻ കുറച്ചേ വെച്ചുള്ളൂ ഉച്ചക്ക്, തോനെയൊന്നും വെച്ചില്ല. നല്ല മീൻ കൂട്ടാൻ കഴിക്കല്ലോ. അപ്പൊ മത്തിക്കറി കുറച്ച് വെച്ചുള്ളൂ. എന്താ വെച്ചാ വൈകുന്നേരം ഇത് വെക്കുമ്പോൾ നാളേക്ക് ഒരു നേരത്തേക്ക് കൊണ്ടുവെള്ളം ഉണ്ടാവൂലേ. നാളെ പിന്നെ അനിയന് പണിക്ക് ചോറ് കൊണ്ടുപോണ്ട, അത് കാരണം പിന്നെ കുഴപ്പമില്ല. പോണില്ല, കൊണ്ടുപോണ്ടാന്ന് വേറെ എവിടെ എത്ര പണി. അപ്പൊ പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് പറയണ്ടേ, ഒരു സന്തോഷ വാർത്ത പറയാണ്ട് കേട്ടോ. നാളെ നമ്മുടെ പുതിയ വീട്ടിൽ ഭാഗ്യമുണ്ടെങ്കിൽ കറണ്ട് കത്തും. നാളെ വീഡിയോ ഒന്ന് വരുമ്പോ ഞങ്ങളിത് വൈകുന്നേരം രാത്രിയിലാണ് കേട്ടോ. അത് ഉറപ്പ് പറയാൻ പറ്റില്ല, കിട്ടിയ കിട്ടി. ഞായറാഴ്ച ഇല്ല കേട്ടോ, ശനിയാഴ്ച അല്ലേ വീഡിയോ വരും. അപ്പോൾ എന്താ ചിലവരൊക്കെ ഇങ്ങനെ പറയേ, അനിയേട്ടൻ ഇങ്ങനെ വീഡിയോയിൽ വരുമ്പോഴേ, അനിയേട്ടൻ വീഡിയോയിൽ വരുമ്പോഴേ ഇയാൾ ഈ ക്യാമറയും പിടിച്ചിട്ട് നിൽക്കണോ, ഞങ്ങൾ ഈ പാതിരാത്രിക്കൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. ഇതൊന്നും ആർക്കും അറിയില്ല, നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ എടുക്കുന്നത് എന്നുള്ളത്. രാത്രി ഇപ്പൊ സമയം എത്രയും വിചാരിച്ചിട്ടാ, ഇപ്പൊ സമയം കുഞ്ഞു പൊന്നു അമ്മ പാവം എനിക്ക് വയ്യാതിരിക്കുമ്പോ കണ്ടോ ഓരോന്ന് തന്ന് എന്റെ വയറ് നിറയ്ക്കണേ കണ്ടോ. സ്നേഹം ഉണ്ടോ നിനക്ക്? നിനക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടോ? ഇക്ക് എന്താ തന്ന്? പൊന്നൂസിന് കൊടുക്കട്ടെ. പൊന്നു വാ പൊന്നാ. ലോകത്തോ അടുപ്പിന്റെ വായ ഒരുപാട് വലുതായതുകൊണ്ടേ വേണ്ട വേണ്ട അതൊന്നും വേണ്ട, അതാ പരിപാടിക്ക് ഞാനില്ല. കുഞ്ഞു കറുപ്പായോ? കറുപ്പ് പെയിന്റ് അടിക്കേണ്ടി വരുമോ? എന്താ ഞാനില്ലേ, ഞാനിപ്പോ എന്ത് കാട്ടിന്നറിയോ? അനിയേട്ടൻ ഗുളിക കൊണ്ടുവന്നപ്പോ വേഗം ഗുളികേൻ്റെ എടുത്ത് കഴിച്ചു. അത് കഴിച്ചപ്പോ അല്ലേ വേദന കുറഞ്ഞു, തല തിരിയുക. കഴിക്കുക, എല്ലാവർക്കും കഴിക്കുക, ഓരോരുത്തർ മുണ്ടാതെ കിടക്കുക അല്ലേ. നല്ല മൂക്കണടി, ഒരു ചുവപ്പ് കളർ വരണം. വിശന്നാൽ നിങ്ങളല്ലാതാവും. സ്നഗ്ഗിയോ? നാളെ സ്കൂളില്ലേ മക്കളെ? നാളെ ക്ലാസ് ഇല്ലേന്ന്? എന്താ നെയ്പ്പതില്? എന്താ നെയ്പ്പതില്? നാടനാവണ്ട എന്താ നെയ്പ്പ് നോക്കിയത്? ഒരു പട്ടേനെ കൂട്ടാൻ വെച്ചിട്ട്
തിന്ന് അങ്ങനെ നെയ്പ്പായിട്ട് മുട്ടയിലാതെ ആ കോഴീനെ തന്നു. അതിനെ കൂട്ടാൻ വെച്ചിട്ട് ഇത് തമ്മിലാവില്ല തിളച്ച് ഉണ്ടാവുമ്പോ എണ്ണ കൂടി 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 വരും. ചെമ്പരത്തിപ്പൂ എന്താ അതുപോലെ ഇങ്ങനെ എന്താ അങ്ങനെ നെയ്പ്പേ അത് വറ്റണ്ടേ അതിങ്ങനെ ഉണ്ടാവും. അല്ല ഇതിപ്പോ അതിന്റെ കോലം. അച്ഛനുള്ള സമയത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് കിട്ടിയിരുന്നൂലമ്മ നാടൻ കോഴി. നാടൻ കോഴിയല്ല അത് എന്താ ഇപ്പല്ലേ ഗാന്ധാരല്ലേ ഗാന്ധാരി ആ ഗാന്ധാരി അല്ലേ? കാന്താരി അല്ല, അനിയനെ ഏതാ പോയി കണ്ട്? ആ പ്രേതപ്പടം, അത് നല്ല സിനിമയത്രേ. പ്രേതപ്പടോ? ഇനിയിപ്പോ അതാ പറയണതേ ഓരോന്ന് കഴിയുമ്പോ നല്ലൊരു സിനിമ അത്ര തന്നെ. കാന്താരി എന്നൊക്കെ പറയണ്ടായിരുന്നു. നല്ല പടമെന്ന് പറയുന്നത് കേക്കുണ്ട്. അതിപ്പോ കണ്ടാലേ ബാക്കി പറയാൻ പറ്റും. എന്തായാലും അമ്മ നമുക്ക് പോണ്ടേ? അമ്മയുടെയൊക്കെ ചെറുപ്പത്തെ പോലെയുള്ള കാലങ്ങൾ ഇനി വരാൻ പോവാണ്. എന്താണെന്നറിയോ, സ്വർണത്തിനൊക്കെ വില കുറഞ്ഞു. എന്തിനു വില പറഞ്ഞു? സ്വർണത്തിനൊക്കെ വില കൂടിയെന്ന്, വില കുറഞ്ഞു എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് സ്വർണത്തിന് വില കുറവായിരുന്നു. അത് സ്വർണം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? എന്താ കുഞ്ഞുണ്ണി കാണിക്കുന്നത്? കുഞ്ഞുണ്ണി അത് കാലിക്ക് പറയണ്ട. അതാ ഞാൻ പറഞ്ഞതേ, അമ്മടെ ഇനിയുള്ള കാലം അങ്ങനെയാവുന്ന്. ഇനിയുള്ള 1 പവനും 2 പവനൊക്കെ തന്നെ ഉണ്ടാവും കല്യാണത്തിന്. പഠിപ്പിക്കുക, ജോലിയാക്കുക. ഈ കളർ തന്നെ അല്ലേ? ഇനിയെന്താ വേണ്ട? അതാ മുട്ട. കുഞ്ഞുണ്ണിക്ക് സന്തോഷായി. എന്താ നമ്മൾ നല്ലത്? നല്ല ഇറച്ചിതല്ലേ ഇതാ തിന്നണ്ടത്. എന്താ അമ്മോ, ഇല്ലെന്തോ നാടൻ കോഴിയെ കഴിക്കേണ്ടത് കേട്ടോ. നമ്മുടെ നാടൻ കോഴി കഴിക്കണം. ഇത് വെറുതെ കാണിക്കേ, വെറുതെ മര്യാദയ്ക്ക് തിന്നോ. അമ്മ എടുത്തു കൊടുക്കുന്നമ്മ. ഞാന് അച്ഛമ്മ ഉണ്ടാക്കിയിട്ട് ഞാനാ വളർത്തി കൊടുക്കുന്നത്. കാണിക്കാൻ വേണ്ടി 2 ലിറ്റർ കാര്യമില്ല. കഴിച്ചോ അച്ചു, കഴിച്ചോട്ടോ. ആ കഴിക്കു കുട്ടി. അപ്പോ ഞങ്ങള് കഴിക്കട്ടെ. എന്താ കഴിച്ചിട്ടേ ഞങ്ങള് സുഖമായി കടന്നുറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.